بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلوات والتسليم على سيدنا محمد صلى الله عليه وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങളും റബ്ബിന്റെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ റബ്ബിന്റെ ത്വാഅത്തിലായി ജീവിക്കാൻ, അവസാനം പൂർണ്ണ ഈമാനോടെ കലിമ ഉച്ചരിച്ച് ലോകത്തോട് വിട പറയാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. വിവിധ ആളുകൾ പലവിധ മുറാദുകളെ കൊണ്ട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെ ഉദ്ദേശങ്ങളെയും റബ്ബ് പൂർത്തിയാക്കി നൽകട്ടെ. എല്ലാവിധ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്ന്, ശാരീരികവും പൈശാചികവുമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മളെ എല്ലാവരെയും അല്ലാഹു സംരക്ഷിക്കട്ടെ. അവന്റെ പൂർണ്ണ കാവൽ നൽകി അല്ലാഹു നമ്മുടെയും നമ്മുടെ അഹ്ലുകാരെയും നമ്മുമായി ബന്ധപ്പെട്ടവരെയും അല്ലാഹുവിന്റെ പ്രത്യേക ഹിഫ്ള് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഈ പ്രവിശാലമായ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്, നിശ്ചയപ്രകാരമാണ്. നമ്മൾ സാധാരണ പ്രകൃതി നിയമങ്ങൾ എന്ന് പറയാറുണ്ട്. പ്രകൃതിക്ക് അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. ആ നിയമങ്ങളുടെയൊക്കെ ദാതാവ് അള്ളാഹുവാണ്. പ്രകൃതി എന്ന് പറയുന്നത് പോലും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. നമ്മൾ ചുറ്റുഭാഗത്ത് അനുഭവിക്കുന്നതെല്ലാം, നമ്മൾ കാലം എന്ന് പറയുന്നത്, സമയം എന്ന് പറയുന്നത് എല്ലാം റബ്ബിന്റെ സൃഷ്ടിയാണ്. എല്ലാം അള്ളാഹു ഈ ഭൂമിയിൽ പടച്ചതാണ്. ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന പ്രകൃതി നിയമങ്ങളായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നതെല്ലാം അള്ളാഹു ഈ ഭൂമിയിൽ സംവിധാനിച്ചിട്ടുള്ള നിയമങ്ങളാണ്. പക്ഷെ നമ്മൾ അതിനെ ഭൗതിക പ്രകൃതി നിയമങ്ങൾ എന്ന് പറയുന്നത് നമുക്കതിങ്ങനെ നേരിട്ട് കാണാൻ കഴിയുന്നത് കൊണ്ടാണ്. നമുക്ക് ആകാശത്തിലേക്ക് മേഘങ്ങൾ വെള്ളത്തെ നീരാവിയായി സ്വീകരിച്ച് അതിൽ നിന്ന് മഴ പെയ്യുന്നു. ആ മഴയിൽ നിന്ന് നമുക്ക് കുടിവെള്ളം ലഭിക്കുന്നു. നമുക്ക് ആവശ്യമായ ജലം റബ്ബ് അനുഗ്രഹമായി നൽകുന്നു. എല്ലാം നമ്മുടെ ചുറ്റുഭാഗത്ത് നിന്ന് നോക്കിയാൽ നമ്മൾ കാണുന്നതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനങ്ങളും അവന്റെ നിയമങ്ങളും അവൻ ഈ ഭൂമിയിൽ നടപ്പിലാക്കുന്ന രീതികളുമാണ്. നമ്മളൊരു തീയിലേക്ക് കൈയിട്ടാൽ കൈ പൊള്ളിപ്പോകുന്നത് അള്ളാഹുവിന്റെ ഒരു നിശ്ചയമാണ്. ഇവിടെ നമ്മൾ വായിലേക്ക് വെള്ളമോ ഭക്ഷണമോ ഇട്ടു വെച്ചാൽ അത് അന്നമായി റിസ്ഖായി നമ്മുടെ വയറ്റിലേക്ക് എത്തുന്നത് അള്ളാഹുവിന്റെ നിയമമാണ്. അങ്ങനെ നമുക്ക് കാണുന്ന നിയമങ്ങൾ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സംവിധാനിച്ചതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയാത്ത, നമുക്ക് പ്രത്യക്ഷമായി അനുഭവിക്കുവാൻ കഴിയാത്ത, എന്നാൽ നമ്മൾ സൂക്ഷ്മമായി ആലോചിച്ചാൽ തിരിച്ചറിയുന്ന കുറെ അദൃശ്യമായ നിയമങ്ങളും അള്ളാഹു ഈ ഭൂമിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ അദൃശ്യമായ നിയമങ്ങളെ നമുക്ക് കാണാത്തത് കൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നോക്കൂ, നമ്മൾ അത്തരം കാര്യങ്ങൾ നമ്മൾ അറിയിച്ചു തരാനാണ് അല്ലാഹു തആല പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. നിങ്ങൾക്ക് ഈ ഭൂമിയിലേക്ക് മഴ ലഭിക്കുമെന്നറിയാനോ, നിങ്ങൾ വിശക്കുമ്പോൾ പച്ചിലകൾ കഴിക്കണം, അല്ലെങ്കിൽ മാംസം വേവിച്ച് കഴിക്കണം, ഇതൊന്നും പറഞ്ഞു തരാൻ ഒരു പ്രവാചകന്റെ ആവശ്യമില്ല. അത് ഏത് പരിതസ്ഥിതിയിൽ പെട്ടുപോയ മനുഷ്യനും അവന്റെ സ്വാഭാവികമായ ഒരു സാമൂഹിക പരിണാമത്തിലൂടെ മനുഷ്യർക്ക് ആർജിച്ചെടുക്കാൻ കഴിയും. ആദ്യകാലത്ത് തീ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മനുഷ്യൻ വേവിക്കാതെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. പിന്നീട് അവന് സാമൂഹികമായ മാറ്റങ്ങൾ ഉണ്ടായി. അതിനനുസരിച്ച് പല കണ്ടുപിടുത്തങ്ങൾ അവൻ നടത്തി. അത് അവന്റെ കഴിവാണ്. അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്താനുള്ള ശേഷി അല്ലാഹുവിന് നൽകിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യന്റെ ആലോചനകളെ കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത, നമുക്ക് സ്വാഭാവികമായി മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്ത ഒരുപാട് നിയമങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഇപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ പള്ളിയിൽ നമ്മൾ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുകയാണ്. നമ്മൾ ഈ കൂടിയിരിക്കുന്ന നേരത്ത് പോലും അള്ളാഹുവിന്റെ ഒരു പ്രകൃതി നിയമം, അല്ലെങ്കിൽ റബ്ബിന്റെ ഈ പ്രാപഞ്ചികമായ ഘടനക്ക് അനിവാര്യമായ ഒരു നിയമത്തെ റബ്ബ് ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. അതെന്താണ്? നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ, നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതിന് ആമീൻ പറയാൻ അള്ളാഹുവിന്റെ മലക്കുകളെ ഇവിടെ റബ്ബ് വിന്യസിച്ചിട്ടുണ്ട്.
ഞാൻ ഭൂമിയിൽ നിന്ന് ഒരു യാത്രക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ യാത്രക്ക് ഇറങ്ങുന്ന നേരത്ത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയിട്ട് റബ്ബിനെ വരയേൽപ്പിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആ യാത്രയിലുടനീളം റബ്ബിന്റെ കാവൽ എനിക്കുണ്ടാകുന്നു. അത് അള്ളാഹുവിന്റെ ഒരു നിയമമാണ്. നമുക്കത് കാണാൻ കഴിയുന്നില്ല. ആ കാവൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമ്മൾ പറയാറുണ്ട് അസ്സദഖത്തു റദ്ദുൽ ബലായ, മുസീബത്തുകളെ നമ്മൾ നൽകുന്ന സ്വതക്കകൾ തടുക്കും. ഞാൻ കൊടുത്ത ഒരു സ്വതക്കയാണ് എനിക്കൊരു മുസീബത്തിനെ തടുത്തത് എന്ന് പറയാൻ കഴിയില്ല. അത് അല്ലാഹു തആല ഈ ഭൂമിയിൽ നടപ്പിലാക്കുന്ന ചില നിയമങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദ്യമായി കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്ന ഒരു ഗോത്രവിഭാഗം, അവരൊരിക്കൽ യുദ്ധത്തിന് പോയപ്പോൾ ആ യുദ്ധത്തിന് അവർ ആദ്യമായി പരിചയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് അവർക്ക് വലിയ കൗതുകമായി. അവരുടെ നേതാവ് ചോദിച്ചു, നിങ്ങൾ കണ്ടുമുട്ടിയ പ്രവാചകന്റെ നേതാവിന്റെ പേരെന്താണ്? മുഹമ്മദ് എന്നാണ് പേര്. അപ്പോൾ പറഞ്ഞു, ആ പേരാവട്ടെ നമുക്ക് ഈ തവണ നമ്മൾ യുദ്ധത്തിന്റെ മുദ്രാവാക്യം അതാവട്ടെ എന്ന് പറഞ്ഞു. ആ യുദ്ധത്തിൽ ഉടനീളം അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് മുഹമ്മദ് മുഹമ്മദ് എന്ന പരിശുദ്ധ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് അവർ യുദ്ധം നടത്തിയത്. ആ യുദ്ധത്തിൽ അവർ ജയിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഉരുവിട്ടത് കൊണ്ടാണ് അവർക്ക് ആ വിജയം കിട്ടിയത്. അങ്ങനെയാണ് അവരുടെ വിജയത്തിന്റെ മുദ്രാവാക്യമായത് എന്ന വിവരം അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്ത് വന്നിട്ട് ഈ വിവരം പറഞ്ഞു, നബി അങ്ങയുടെ പേര് ഉച്ചരിച്ചിട്ടാണ് അവർ യുദ്ധം നടത്തിയത്. ഒരു മുസ്ലിങ്ങളല്ല, പക്ഷെ അങ്ങയുടെ പേരുച്ചരിച്ചുകൊണ്ടാണ് അവർ യുദ്ധം നടത്തിയതെന്ന് അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ബി നുസിറു, ഞാൻ കാരണമാണ്, എന്റെ പേരു കാരണമാണ് അവർക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടിയത്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരുച്ചരിച്ചത് കൊണ്ടാണ് അവർക്ക് ആ യുദ്ധത്തിൽ സഹായം കിട്ടിയതെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, ഇത് വേറെ ആർക്കെങ്കിലും കണ്ടെത്താൻ കഴിയോ? ഇങ്ങനെയാണ് റബ്ബിന്റെ സഹായം അവിടെ അവതരിച്ചത് എന്ന് അറിയാൻ കഴിയില്ല. അത് അല്ലാഹു തആല ഈ ഭൂമിയിൽ നടപ്പിലാക്കുന്ന സവിശേഷമായ നിയമങ്ങളാണ്. ആ നിയമങ്ങളെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അത് സുന്നത്തുൻ റബ്ബാനിയ്യത്താണ്. അത് റബ്ബിന്റെ, അള്ളാഹുവിന്റെ റബ്ബാനിയായ ചില നിയമങ്ങൾ ഈ ഭൂമിയിൽ നടപ്പിലാക്കലാണ്. അങ്ങനെ ഒരു നിയമം അല്ലാഹു തആല ഈ ഭൂമിയിൽ നടപ്പിലാക്കിയതിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ രക്ഷ എന്ന് പറയുന്നത് ഭൗതിക ജീവിതത്തിലെ രക്ഷയാണ്. ഭൗതിക ജീവിതത്തിൽ എനിക്ക് പണമുണ്ടാകണം, സൗകര്യമുണ്ടാകണം, എനിക്ക് വെള്ളം വേണം, ഭക്ഷണം വേണം, വിഭവം വേണം, പിന്നെ നല്ല മരുക്കാടാണെങ്കിൽ അത് മഴ പെയ്ത് പുഷ്കരമാകണം, നല്ല മഴ കൊണ്ട് പ്രളയമാണെങ്കിൽ പ്രളയം നീങ്ങിക്കിട്ടണം. മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. മനുഷ്യന്റെ ഭൗതികമായ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുന്നത്, അത് പൂർത്തീകരിക്കപ്പെടുന്നത് അവന്റെ ആത്മീയമായ പുരോഗതിക്കും നന്മയ്ക്കും അനുസരിച്ച് മാത്രമാണെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് റബ്ബ് ഈ ഭൂമിയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു നിയമമാണ്, റബ്ബിന്റെ ഒരു സുന്നത്താണ്. അള്ളാഹു തആല നടപ്പിലാക്കിയിട്ടുള്ള ഒരു വലിയ ഒരു ചര്യയാണ്, സുന്നത്തുൻ റബ്ബാനിയ്യത്താണ്. ഭൗതികമായ വിജയം ആഗ്രഹിക്കുന്ന മനുഷ്യൻ ഭൗതികമായ കാരണങ്ങളുടെ പിറകെ തന്നെ സഞ്ചരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഒരു നിയമം നിശ്ചയിച്ചിരിക്കുകയാണ്, അതവന്റെ ആത്മീയമായ ഔന്നിത്യത്തിലൂടെ മാത്രമേ അവരെ കരസ്ഥമാക്കാൻ കഴിയൂ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അതിന് സൂചന നൽകിയിട്ട് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അഅറാഫിലെ 96-ാമത്തെ ആയത്ത്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. ആകാശഭൂമികളിൽ നിന്ന് മനുഷ്യർക്ക് അല്ലാഹുവിന്റെ ബറക്കത്ത് ലഭിക്കണമെങ്കിൽ എന്താണ് അതിന്റെ കണ്ടീഷൻ? ആമനൂ വത്തഖൗ, നല്ല ഈമാൻ ഉള്ളവരായിരിക്കണം ജനങ്ങൾ, നല്ല തഖ്വയും ഈമാനും ഉള്ളവരായിരിക്കണം ജനങ്ങൾ, എങ്കിലാണ് അല്ലാഹുവിന്റെ ബറക്കത്ത് ലഭിക്കുക. എന്താണ് ഈ ബറക്കത്ത്? ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾക്ക് വരൾച്ചയുള്ള സമയത്ത് നിങ്ങൾക്ക് മഴ വേണോ? നിങ്ങൾക്ക് മരങ്ങളെല്ലാം ഉണങ്ങിക്കരിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് അത് മാറി നല്ല പുഷ്കരമായി ഫലഭൂയിഷ്ടമായിരുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് വേണോ? എങ്കിൽ അല്ലാഹു തആല നിശ്ചയിക്കുന്ന നിയമമാണ്, ആ നാട്ടിൽ താമസിക്കുന്ന ആളുകൾ, ആ പ്രദേശത്തുള്ളവർ ഈമാനും തഖ്വയും ഉള്ളവരായിരിക്കണം എന്ന്. അത് അല്ലാഹു തആല പ്രപഞ്ചത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ചുറ്റുഭാഗത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിഞ്ഞോളന്നില്ല. അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിൽ നടപ്പിലാക്കുന്ന ഓരോ കാര്യങ്ങളുടെ പിറകിലും ഹിക്മത്തുകളുണ്ട്. ആ ഹിക്മത്തുകൾ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നോക്കിയാൽ അത് കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ നമുക്ക് ചരിത്രത്തിലൂടെ വായിച്ചെടുക്കാൻ കഴിയും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് വന്ന അനേകം പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അവർക്കൊക്കെ അല്ലാഹു തആല ഭൗതികമായിട്ടുള്ള നന്മകൾ നൽകിയത് അവരുടെ ജനങ്ങൾ ആത്മീയമായി പുരോഗതി നേടിയപ്പെടാൻ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേ ഇരിക്കുക, നിങ്ങൾക്ക് റബ്ബിന്റെ പക്കൽ നിന്ന് മഴ ലഭിക്കും. ഖുർആൻ പറയാൻ നൂഹ് നബിയുടെ സമുദായത്തോട് അള്ളാഹുവിന്റെ കൽപ്പനയായിരുന്നു, മഴയില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മുസ്തഗ്ഫിരീങ്ങളാവുക, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാവുക, തൗബയുള്ളവരാവുക. അതാണ് മഴ ലഭിക്കുവാനുള്ള പരിഹാരം. ഭൗതികമായി മഴ എന്ന ഒരു നിഅമത്തിനെ അള്ളാഹു തആല നൽകണമെങ്കിൽ ആത്മീയമായിട്ടുള്ള ചില വ്യവഹാരങ്ങൾ മനുഷ്യൻ നടത്തണമെന്നാണ്. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയോട് അള്ളാഹുവിന്റെ കൽപ്പനയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ തൗബ ചെയ്യുന്നവരായി മാറിക്കഴിഞ്ഞാൽ റബ്ബിന്റെ നിഅമത്ത് ആകാശത്തിൽ നിന്ന് നിങ്ങൾക്ക് അവതരിക്കും. ആ നിഅമത്തിന്റെ അവതരണത്തിൽ നോക്കൂ, നമ്മൾ ഭൗതികമായ സന്നാഹങ്ങൾ നമ്മൾ ഒരുക്കും. എന്റെ ശരീരം നന്നാകാൻ ഞാൻ നല്ല ഭക്ഷണം കഴിക്കും, എനിക്ക് നല്ല ഉദ്യോഗമുണ്ടാകാൻ നന്നായി പഠിക്കും, എനിക്ക് നല്ല ഭവന സുരക്ഷിതത്വം ഉണ്ടാകാൻ ഞാൻ എന്റെ വീട് നന്നാക്കും, എനിക്ക് നല്ല യാത്രാ സുരക്ഷിതത്വം ഉണ്ടാകാൻ ഞാൻ നല്ല വാഹനം കൈവശപ്പെടുത്തും. എന്നാൽ ഏതു സമയത്തും ഇതിനൊക്കെ അപകടങ്ങൾ സംഭവിക്കാം. അതിനൊന്നും പ്രൊട്ടക്ഷൻ അള്ളാഹു നൽകിയെന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പൊ ഭൗതികമായ സന്നാഹങ്ങൾക്ക് പുറമെ ആത്മീയമായ സന്നാഹങ്ങൾ സ്വീകരിച്ചാൽ അതിലൂടെ ലഭിക്കുന്ന സുരക്ഷ എങ്ങനെയാണ് എന്ന് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ നമുക്കറിയാം, സൂറത്തുൽ കഹ്ഫിൽ ആ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറയുന്നിടത്ത് ആ നാട് മുഴുവൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന തമ്മാടികളും ദോഷികളുമായി മാറിയ നാട്. ആ നാട്ടിൽ നിന്നാണ് ഏതാനും ചെറുപ്പക്കാർ അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യുന്നവരായി മാറി വരുന്നത്. അവരെ കുറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അവരോട് കൊടുത്ത നിർദ്ദേശം പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ അക്രമകാരികളായ പാപികളായ ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നന്മ ചെയ്യുന്ന ഇബാദത്ത് ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് റബ്ബ് കൊടുക്കുന്ന നിർദ്ദേശമാണ്, നിങ്ങൾ ഈ ഗുഹയിൽ അഭയം പ്രാപിക്കണം. ആ ഗുഹയിൽ അഭയം പ്രാപിച്ചാൽ അല്ലാഹുവിന്റെ അവർക്ക് കൊടുക്കുന്ന ഓഫർ, നിങ്ങൾക്ക് അല്ലാഹു തആല അവന്റെ റഹ്മത്തുകൾ നിങ്ങൾക്ക് ചുരിഞ്ഞു നൽകും, നിങ്ങൾക്ക് റബ്ബിന്റെ റഹ്മത്ത് ലഭിക്കും. അല്ലാഹു തആല നിങ്ങളുടെ കാര്യങ്ങളെ എളുപ്പമാക്കി തരും. നോക്കൂ, ഗുഹയിൽ അകപ്പെടുക എന്ന് പറയുന്നത് പുറത്തു നിന്ന് നോക്കിയാൽ അതൊരു പരീക്ഷണമാണ്, അതൊരു ശിക്ഷയാണ്, അതൊരു അപകടമാണ്. എന്നാൽ പുറത്തു നിന്ന് നോക്കുന്നവർക്ക് അപകടമായി കരുതപ്പെടുന്ന ആ കാര്യം, ആ ഗുഹക്കകത്തേക്ക് അല്ലാഹു തആല അവർക്ക് റഹ്മത്ത് കൊടുക്കുന്നു. ആർക്കും സങ്കല്പിക്കാൻ കഴിയാത്ത കരുണ, ആർക്കും സങ്കല്പിക്കാൻ കഴിയാത്ത നിഅമത്തിനെ ആ ഗുഹക്കകത്തേക്ക് അല്ലാഹു തആല കൊടുക്കുകയാണ്. എങ്ങനെ കൊടുത്തത്? ഖുർആൻ തൊട്ടടുത്ത ആയത്തിൽ പറയാണ്, وَتَرَى الشَّمْسَ إِذَا طَلَعَتْ تَزَاوَرُ عَنْ كَهْفِهِمْ ذَاتَ الْيَمِينِ وَإِذَا غَرَبَتْ تَقْرِضُهُمْ ذَاتَ الشِّمَالِ وَهُمْ فِي فَجْوَةٍ مِّنْهُ. ആ ഭൂമിയിലേക്ക് അവരുടെ ചക്രവാളത്തിന്റെ മുകളിലേക്ക് സൂര്യൻ ഉദയം ചെയ്താൽ, ആ ഉദയം ചെയ്ത സൂര്യൻ അവരുടെ ഗുഹയുടെ നേരെ മുകളിൽ വന്നിട്ട് അവർക്ക് കഠിനമായ ചൂട് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി ആ സൂര്യന്റെ സഞ്ചാര ദിശയെ അല്ലാഹു മാറ്റിക്കൊടുത്തു. നോക്കൂ, ലോകത്ത് ആർക്കാണ്, ഏതു സയൻസിനാണ്, ഏതു അധികാര ശക്തിക്കാണ് നോക്കൂ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന സൂര്യന്റെ ദിശ മാറ്റാൻ കഴിയുക? പക്ഷെ അസ്ഹാബുൽ കഹ്ഫാകുന്ന റബ്ബിന് വേണ്ടി വിധേയപ്പെട്ട് ജീവിച്ച, ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ച സ്വാലിഹീങ്ങൾക്ക് വേണ്ടി, ആ ചെറുപ്പക്കാർക്ക് വേണ്ടി സൂര്യന്റെ സഞ്ചാര ദിശയെ മാറ്റിക്കൊടുത്തു. അവർക്ക് അതിന്റെ ഉള്ളിൽ കഠിന ചൂട് വരരുത്, അവർക്ക് സൂര്യപ്രകാശം ഒട്ടും ലഭിക്കാതെ അവർ തളർന്നു പോകാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ക്രമത്തെ നോക്കൂ, ആബിദീങ്ങളായ സ്വാലിഹീങ്ങളായ ആളുകൾക്ക് വേണ്ടി ഈ പ്രകൃതി നിയമം എന്ന് പറയുന്ന ആ നിയമത്തെ പോലും അല്ലാഹു തആല ഭേദഗതി വരുത്തി കൊടുക്കുകയാണ്. അപ്പൊ സ്വാലിഹീങ്ങളായ ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വലാഹിയത്ത് നിലനിർത്തി കഴിഞ്ഞാൽ, നന്മയുടെ അടയാളങ്ങൾ നിലനിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ബറക്കത്തുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുമെന്നാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നാൽ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അതിനെ ധിക്കരിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ റബ്ബ് പിടികൂടുമെന്നാണ്. വലാകിൻ കദ്ദബൂ,
അള്ളാഹുവിന്റെ ഈ സുന്നത്തുൻ റബ്ബാനിയത്തിനെ, ഈ പ്രപഞ്ചത്തിൽ റബ്ബ് നടപ്പിലാക്കുന്ന അദൃശ്യമായ ദൈവീകമായ ചില ഇടപെടലുകളുണ്ട്. അതിനെ ധിക്കരിക്കുന്ന ആളുകൾ അവർ അവരുടെ പുരോഗതികൾക്ക് വേണ്ടി ചെയ്തു കൂട്ടിയ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെ കൊണ്ട് തന്നെ അവരെ നാം പിടികൂടുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഭൗതികമായ ആശയങ്ങളുടെ ആസൂത്രണങ്ങളുടെ പിറകിൽ പോകുന്ന മനുഷ്യൻ അതിനേക്കാൾ വലിയ ആസൂത്രണം നടത്തേണ്ടത് ആന്തരികമായ ആസൂത്രണമാണ്. അത് ഖൽബിൽ നിന്നുണ്ടാകേണ്ടതാണ്. നോക്കൂ, നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. ഭക്ഷണം കഴിച്ച് ആരോഗ്യം നിലനിർത്തുന്നതിനേക്കാൾ ഏറ്റവും മികച്ചതായി നമുക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? നല്ല ആരോഗ്യ സംരക്ഷണം നടത്തുന്നത് കായിക പരിശീലനങ്ങളിലൂടെ സംരക്ഷണം നടത്തുമ്പോൾ അത് നിരന്തരമായി നമ്മുടെ ശരീരത്തിന് കൂടുതൽ കരുത്തു പകരും. ആന്തരികമായിട്ടുള്ള ശക്തികളാണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സവാബിഖുൽ ഹിമമി ലാ തഖ്രിഖു അസ്വാറൽ അഖ്ദാർ. മനുഷ്യൻ നടത്തുന്ന തീവ്രമായ ഭൗതിക പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങൾ അള്ളാഹു നിശ്ചയിക്കുന്ന ഖദറിന്റെ മതിലുകളെ ഭേദിക്കാൻ കഴിയില്ല. നമ്മുടെ പരിശ്രമങ്ങളെ കൊണ്ട് കഴിയില്ല. എന്നാൽ ആത്മീയമായ ഉൾക്കരുത്ത് നമ്മൾ നേടിക്കഴിഞ്ഞാൽ റബ്ബ് നമ്മുടെ മുമ്പിൽ അള്ളാഹുവിന്റെ ഖദറിന്റെ മതിലുകൾ പണിതാലും ആ മതിലുകളെ പ്രതിരോധിക്കുവാനോ അല്ലെങ്കിൽ മറികടക്കുവാനോ ഉള്ള ആന്തരികമായ ശക്തികൾ നമുക്കുണ്ടാകും. നോക്കൂ, റബ്ബ് നമ്മളൊക്കെ പരീക്ഷിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താ വേണ്ടത്? രോഗം കൊണ്ട് പരീക്ഷിക്കുമ്പോൾ എനിക്ക് റബ്ബേ രോഗമേ വേണ്ട എന്ന് പറയാൻ കഴിയുമോ? ഈ ജീവിതം എന്ന് പറഞ്ഞാൽ പരീക്ഷണത്തിന്റെ ജീവിതമാണ്. പക്ഷേ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന മനുഷ്യന് ഉണ്ടാകേണ്ട ആന്തരിക കരുത്ത് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാനുള്ള ശേഷിയാണ്. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ റബ്ബേ ദാരിദ്ര്യം എനിക്ക് നൽകല്ലേ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ദാരിദ്ര്യം കൊടുക്കുമെന്ന റബ്ബിന്റെ നിയമമാണ്. അതിൽ നിന്ന് ഒളിച്ചോടാൻ നമുക്ക് കഴിയില്ല. ആർക്കാണ് നൽകുക എന്നറിയില്ല. പക്ഷേ അവിടെ മുഅ്മിനീന് വേണ്ട കരുത്ത് എന്താണ്? ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഖനാഅത്ത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന ഒരു ആന്തരിക ശേഷിയാണ്. നോക്കൂ, ആന്തരിക ശേഷികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന ഇത്തരം പരീക്ഷണങ്ങളെ മറികടക്കുവാനോ അതിനെ പ്രതിരോധിക്കുവാനുള്ള കരുത്ത് നമുക്കുണ്ടാകും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മളുടെ ഭൗതികമായ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഓടുന്ന തിരക്കിനിടയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നേടിയെടുക്കാൻ റബ്ബ് നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല അവസരങ്ങൾ ഒരു പക്ഷേ നമ്മൾ ജമാഅത്ത് കളഞ്ഞ് ഭൗതികമായ കാരണങ്ങളെ തേടാൻ വേണ്ടി പോകുമ്പോൾ അതിന് വേണ്ടെന്ന് വെച്ച് ആ സമയത്ത് ജമാഅത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ സമയം ചെലവഴിക്കുന്നതായിരിക്കും, കൂടുതൽ സുന്നത്തുകളുമായി ബന്ധപ്പെടുന്നതായിരിക്കും, കൂടുതൽ ഖുർആനുമായി നമ്മുടെ ബന്ധം സ്ഥാപിക്കുന്നതായിരിക്കും. ദിനേന അദ്കാറുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കൽ, സ്വലാത്തുകൾ ചൊല്ലി അതൊരു ശീലമാക്കി മാറ്റൽ, ഇങ്ങനെയുള്ള ആത്മീയമായ കരുത്തുകളായിരിക്കും നമ്മൾ ദുനിയാവിൽ ആഗ്രഹിക്കുന്ന രക്ഷയുടെയും പുരോഗതിയുടെയും പിറകിൽ അല്ലാഹു തആല നമുക്ക് നൽകാൻ വിജയം നൽകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ട താക്കോൽ ഈ ആത്മീയമായ പ്രവർത്തനങ്ങളാണ്. അല്ലാഹു തആല ആ രീതിയിൽ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ഈമാനോടെ തഖ്വയോടെ ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്.